ചെറുപുഴയിലെ കർഷകന്റെ ആത്മഹത്യയിൽ സർക്കാരിനെതിരെ കത്തോലിക്ക കോൺഗ്രസ്. സർക്കാരിന്റെ കർഷക വിരുദ്ധ മനോഭാവത്തിന്റെ ഒടുവിലെ ഉദാഹരണമാണ് ജീവനൊടുക്കിയ ഏലിയാസ്. കർഷകർ ഗതികേടിൽ നിന്നും കത്തോലിക്ക കോൺഗ്രസ് തുറന്നടിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നു. മിഥുൻ, ഇന്നലെയാണ് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത്. അത് മികച്ച കർഷകനുള്ള അവാർഡടക്കം നേടിയ ഒരു വ്യക്തിയാണ്. ആ കർഷകന്റെ ആത്മഹത്യയിൽ സർക്കാരിനെതിരെ ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും അമൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ചെറുപുഴ ഇടവരമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ കർഷകനായ ഏലിയാസ് അമ്പാട്ട് ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായത്. ഈ കീടനാശിനി കുടിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഗുരുതരാവസ്ഥയിൽ. അതിനിടയിലാണ് ഇന്നലെ പുലർച്ചെ അദ്ദേഹം മരണപ്പെടുന്നത്. ഇതിലാണ് ഇപ്പോൾ സർക്കാരിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. സർക്കാരിന് കർഷക വിരുദ്ധ മനോഭാവം എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറായ ഫിലിപ്പ് കവിയിൽ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കടക്കണി കൊണ്ട് നിർവാഹമില്ലാതെ ജീവിതം അവസാനിപ്പിച്ച ചെറുപുഴ ഇടവരമ്പിലെ ഏലിയാസ് എന്ന പച്ചക്കറി കൃഷിക്കാരന്റെ മൃതദേഹത്തിൽ തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് റീത്ത് സമർപ്പിച്ചിരുന്നു. ഇതിൽ പറയുന്നുണ്ട്, കേരള സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട കർഷകരുടെ ഗതികേടിന്റെ പരകോടിയാണ് ഏലിയാസിന്റെ ആത്മാഹുതി തെളിയിക്കുന്നത്. മാത്രമല്ല, കൃഷി വകുപ്പിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന സബ്സിഡിക്ക് വേണ്ടി മാസങ്ങളോളം അപേക്ഷയുമായി കയറിയിറങ്ങി കരഞ്ഞപേക്ഷിച്ചിട്ടും കനിവ് കാട്ടാതിരുന്ന സർക്കാരിന് ഏലിയാസിന്റെ മരണശേഷം മാത്രമേ തുക അനുവദിക്കാൻ മനസ്സു വന്നുള്ളൂ എന്നത് കർഷക വിരുദ്ധ മനോഭാവത്തിന്റെ അവസാനത്തെ ഉദാഹരണമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കർഷക വിരുദ്ധരായ ഉദ്യോഗസ്ഥ പ്രഭുക്കളും അധികാരി വർഗവും ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കൃഷിഭവനിൽ നിന്നുൾപ്പെടെ ചില ഈ കൃഷിയുടെ സബ്സിഡി ഏലിയാസിന് ലഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അദ്ദേഹം ഈ ആത്മഹത്യക്ക് ശ്രമിച്ച ആശുപത്രിയിൽ കഴിയുന്ന സമയത്താണ് ഏതാണ്ട് 2 ലക്ഷം രൂപയോളം ഈ ഏലിയാസിന്റെ അക്കൗണ്ടിലേക്ക് വന്നത്. ഇത് തന്നെയാണ് അദ്ദേഹം ഈ കർഷക വിരുദ്ധ മനോഭാവമാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വിവരം അറിഞ്ഞതിന് ശേഷം മാത്രം ഈ അക്കൗണ്ടിലേക്ക് പൈസ വന്നു? അതിന് മുൻപേ എന്തുകൊണ്ട് ഈ സർക്കാരിന് സാധിച്ചില്ല? അത് സർക്കാർ കാണിക്കുന്നത് കർഷക വിരുദ്ധ മനോഭാവമാണ് എന്നൊരു വിമർശനം തന്നെയാണ് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് കവിയിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കാണിക്കുന്നത്. ഇതിലും കർഷകർ വലിയ ഗതികേടിലാണ് എന്ന് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. അമൽ, കണ്ണൂർ ചെറുപുഴയിലെ കർഷകന്റെ ആത്മഹത്യയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ കർഷക വിരുദ്ധ മനോഭാവത്തിന്റെ ഒടുവിലെ ഉദാഹരണമാണ് ജീവനൊടുക്കിയ ഏലിയാസ്. കർഷകർ ഗതികേടിൽ നിന്നും കത്തോലിക്ക കോൺഗ്രസ് തുറന്നടിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.